കുറെ നാളത്തെ മഴയ്ക്ക് ശേഷം മാനം തെളിഞ്ഞു. ഏലക്കായുടെ നല്ല ഗന്ധത്തിന് പിന്നിൽ കർഷകന്റെ വിയർപ്പിന്റെ മണം അറിയോ? KSEBിയിലെ പണികളിൽ നിന്നൊഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങി. ഹായ്, രണ്ടാം ട്രിപ്പ് കായെടുപ്പ് തുടങ്ങി. അപ്പോൾ കായെടുക്കാനായിട്ടൊന്ന് ഒരുക്കി കൊടുക്കുവാണേ, എന്നാലേ അവർക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കാട്ടിലെ പണിക്കാരെന്ന് പറയുന്നത് നമ്മുടെ അയലോക്കംകാരൊക്കെ തന്നെയാണ് കേട്ടോ. ഇതുവരെ കായെടുക്കാനോ കവാത്തെടുക്കാനോ ഹിന്ദിക്കാരെയോ തമിഴ്ക്കാരെയോ നമുക്ക് പറമ്പിൽ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. അയലോക്കംകാരും ബന്ധുക്കാരും അടങ്ങുന്ന ഈ 10-15 ചേച്ചിമാരാണ് കേട്ടോ ഈ കാടുകളിലെ എല്ലാം മുതലാളിമാരും തൊഴിലാളികളും. കാരണം എന്നാന്ന് ചോദിച്ചാൽ വഴുക്കുന്നതിനനുസരിച്ച് ഇവരുടെ കാടുകളിൽ നമ്മളും നമ്മുടെ കാടുകളിൽ അവരും മാറി മാറി എടുക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും പണി നിർത്തുകയോ എപ്പോൾ വേണേലും പണി തുടങ്ങുകയോ ഇവർക്ക് ചെയ്യാം. ഇവരുടെ പണിക്ക് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത്രയ്ക്ക് ആത്മാർത്ഥതയാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാപ്പികുടിയുടെ സമയത്ത് ഇവർക്ക് ചർച്ചാ വിഷയമാകും. വീട്ടിലരയ്ക്കുന്ന ചമ്മന്തി വരെ ഇവരിവിടെ പങ്കുവയ്ക്കും. നിഷ്കളങ്കമായ ചിരിയും സ്നേഹവും ഇടുക്കിയിലെ ചേച്ചിമാരുടെ പ്രത്യേകതയാണ്. ഇടവഴികളും കുഞ്ഞോമനകളും പായല് പിടിച്ച കാട്ടുമരങ്ങളും കിളികളും ഏലമലക്കാടുകളും എല്ലാം കാണുമ്പോൾ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്കെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നുന്നുണ്ടാവും. ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ ജലാശയവും കാലാവസ്ഥയും ഒക്കെയായിരിക്കും ഇടുക്കിയിലെ ഏലക്കായെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയാക്കി മാറ്റിയത്. വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു കൃഷിയാണ് ഏലകൃഷി. ചുമന്നു കൊണ്ടുവച്ച കായിൽ നിന്നും അഴുകലുകായും ചൊറുക്കായും പെറുക്കി മാറ്റി ഉണക്കാൻ സ്റ്റോറിലേക്ക് കൊണ്ടുപോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.